വളരെ നല്ല പടം, ഇഷ്ടപ്പെട്ടു, ഹാപ്പിയായി. എങ്ങനെയുണ്ട് ഫാമിലിയുടെ ഒപ്പം സിനിമ കണ്ടത്? ഫാമിലിനോട് ചോദിക്കൂ. അച്ഛൻ മമ്മിയും ഡാഡിയും വരും ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു പടം കണ്ടിട്ട്? രസമായിരുന്നു. ത്രൂ ഔട്ട് അവസാനം വരെ വളരെ ക്യൂരിയോസിറ്റിയോടെ ഇരിക്കാൻ സാധിച്ചു. ആദ്യം പറയാൻ പാടില്ല. നന്നായിരുന്നു. എങ്ങനെയുണ്ട്? നന്നായിരുന്നു. അടിയൊക്കെ കിട്ടിയപ്പോൾ സങ്കടം തോന്നി? നാച്ചുറലായിട്ട് തോന്നിയെല്ലാം നല്ല, അതായത് ഓക്കെ മതി. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. സ്ക്രീനിലെ പെർഫോമൻസ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് നല്ല വർക്കായിരുന്നു. ഇപ്പം തിയേറ്ററിൽ വരുന്ന നല്ല രസമുണ്ട്. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. സാധാരണ കോമഡിയാണ് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി സീരിയസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം വർക്കായെന്ന് എനിക്കറിയത്തില്ല. കണ്ടവരൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഭാസ്കരനൊക്കെ ഉള്ളൊരു കോമ്പിനേഷൻ? അയ്യോ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ ആയത്. പിന്നെ അത് തന്നെ കണ്ടവരത്തി പേര്. അടിപൊളിയായിരുന്നു. ഈ ഫസ്റ്റ് റോയിൽ ഇരുന്ന് കണ്ടതല്ലേ, എന്നിട്ട് പറയാം. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെ തോന്നി? ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസം. ഭയങ്കര സസ്പെൻസ്, ക്ലൈമാക്സ് ഒക്കെ സസ്പെൻസ് വന്നിട്ട് ഞെട്ടിപ്പോയി അല്ലേ? നല്ല രസം. എന്തായാലും 23 എല്ലാരും പോയി കാണാം. ഹായ് അണ്ണാ, ഹായ്, எப்படி இருக்கு? நல்லா இருக்கேன். படம் பார்த்திருக்கியா? பார்த்தேன். ரொம்ப நல்லா இருக்கேன். ஐ ஹோப் எவ்ரிபடி லைக் இட் அண்ட் எல்லாரும் போய் காணணும்னு ரிக்வெஸ்ட் செய்யணும். அம்மா அப்பா எல்லாம் என்ன பேசுறாங்க படம் பார்த்து? ரொம்ப பிடிச்சிருந்தது படம். ஸோ யா, ஐ ஹோப் எவ்ரிபடி லைக்ஸ் இட். ஹாய். படம் பார்த்துருக்கேன். அம்மா கூட பார்த்தேன். ஆமாம், ரொம்ப நல்லா இருந்தது. நான் இதான் ஃபர்ஸ்ட் டைம் பார்க்குறேன் ஆக்சுவலி. ஸோ எனக்கு ரொம்ப பிடிச்சிருந்தது. அண்ட் நிறைய ட்விஸ்ட் அண்ட் டர்ன்ஸ் இருக்குது. ஐ திங்க் தமிழில் கூட 23rd அன்றைக்கி ரிலீஸ் ஆகுது. ஸோ ஐ திங்க் எல்லாருமே தியேட்டரில் போய் பார்க்கணும். நாங்கள் டப் பண்ணி பார்த்துருக்கோம். இதுதான் ஃபர்ஸ்ட் டைம் ஃபுல் ஆக்ட் பண்ணி பார்த்துருக்கோம். எப்படி இருந்தது ஆக்டிங்? அது நீங்கள் தான் படம் பார்த்துட்டு எல்லாருமே தான் சொல்லணும். நானும் எப்படி சொல்லுவேன், டப்பிங்கா ஆக்டிங்கா? எனக்கு ரெண்டுமே பிடிக்கும். எனக்கு ஈக்குவலாக ரெண்டுமே பிடிக்கும். முதல்ல படம் பார்த்துருக்கப்ப அம்மா என்ன பேசுவாங்க? அம்மாவுக்கும் ரொம்ப பிடிச்சிருந்தது. ஷி வாஸ் வெரி இமோஷனல் படம் பார்த்துட்டு. அண்ட் இன்டர்வெல் அப்போ வந்து ரொம்ப டென்ஷனாக உட்காந்துட்டு இருந்தாங்க. அண்ட் இவங்க வந்து லாஸ்ட்டு நிறைய ஸ்கோர் பண்ணியிருக்காங்க படத்தில். ஸோ ஷி வாஸ் வெரி ஹாப்பி வென் the climax was there. நம்ம இனி பார்க்க போகிறது தியேட்டர். ஆமாம். ஓகே. ஃபேமிலி ஆடியன்ஸருக்கு என்ன பேசுகிறோம்? ஃபேமிலி ஆடியன்ஸ் இது எல்லா ஏஜ் கேட்டகரிக்கும் பொருந்துகிற படம் தான். எல்லாருமே தியேட்டர்ஸில் வந்து பார்க்கணும். இட்ஸ் தியேட்டர் எட்ஜ், லைக் டென்ஷன் இருக்கும் கண்டிப்பாக. பட் இட்ஸ் த்ரில்லர். ஸோ இட் இஸ் டன் ஜஸ்டிஸ் டு த தீம் ஆஃப் இட். ஸோ எல்லாரும் தியேட்டர்ஸில் பார்க்கணும். தேங்க்யூ. ഹായ്. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർക്കൊപ്പം ഇരുന്ന് സിനിമ കണ്ടിട്ട്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരു സീരിയസ് കഥാപാത്രമാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എല്ലാവരും കാണണം, പടം കാണണം. പൊതുവെ കണ്ടിരിക്കുന്ന കോമഡി ചെയ്തിട്ടാണ്, പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു ക്യാരക്ടർ? അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. കാരണം വേറിട്ടൊരു കഥയും കഥാപാത്രമായിരുന്നു. നായകനെ സഹായിക്കുന്നൊരു പരിപാടി. അപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. അത് എല്ലാവരും വർക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു. സന്തോഷം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് തിയേറ്ററിൽ കാണാം. പിന്നെ തീർച്ചയായും കാണണം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് ചേട്ടാ. ഹലോ. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓഡിയൻസിൻ്റെ കൂടെ സിനിമ കണ്ടിട്ടാണ്? അങ്ങനെയല്ല, നല്ല അനുഭവമായിരുന്നു. കോമഡി ആകുമ്പോഴത്തേക്കും എൻജോയ് ചെയ്യും. പക്ഷെ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയി നമ്മൾ കാണേണ്ട സീരിയസ് ആണെങ്കിലും അതിന് പ്രത്യേകം നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര രസകരമായിട്ട് ക്യൂരിയോസിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ടീം വർക്ക് ഭയങ്കര രസകരമായിട്ട് വാസി എല്ലാവരും ഒരാളിങ്ങനെ മാറ്റി നിർത്താനല്ല, മൊത്തത്തിൽ രവിചേട്ടനായാലും ലാൽ സാറായാലും ശരി എല്ലാവരും എന്തെങ്കിലും കുറച്ച് ഓവറായിട്ടുണ്ടെങ്കിൽ ശർമ്മജി മാത്രമാണ് ഒരു പൊടിക്ക്. കൂടുതലാണ് ഞാൻ ഒരു അര ടീസ്പൂൺ. എനിക്ക് തിരിച്ച് കൗണ്ടർ പറയണമെങ്കിൽ പ്രേക്ഷകർ സിനിമ കാണണം. ഞാൻ കണ്ട ഞാൻ എന്തെങ്കിലും ഇല്ല, അതൊന്നും പറയണ്ട. ഇല്ല, ഒന്നും പറയാതെ. അതെ, അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ആ സസ്പെൻസ് തന്നെയാണ് ഈ സിനിമ. ഭയങ്കര നമ്മളിങ്ങനെ ആ സസ്പെൻസിനെ ഗംഭീര രസകരമായിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പോകുന്നു. തിയേറ്ററിൽ
Yes, please watch the movie. 23 ഉണ്ടാവില്ലേ തിയേറ്ററിൽ? ഞാൻ വീണ്ടും കാണാനായിട്ട് അതെ അതെ. എങ്ങനെയുണ്ട്? ഞങ്ങളൊന്ന് ഇന്റർവ്യൂ ഇനി ഞാൻ പറയണോ? എനിക്ക് പടം ഇഷ്ടമായി. എല്ലാവരും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അല്ല, ക്യാമറ എന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പെർഫോമൻസ് എനിക്ക് എവിടെയെങ്കിലും ബോറടിച്ചോ? ബോറടിച്ചില്ല. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ബാസു ചേട്ടൻ ഇത്രയും പ്രതീക്ഷയില്ല. അല്ല, മീൻസ് അങ്ങനെയല്ല, നമ്മൾ മഞ്ഞന്മേൽ ബോയ്സ് ഒക്കെ കണ്ടിരിക്കുന്ന ആ ഒരു അതാണല്ലോ മനസ്സിൽ. അപ്പൊ അതൊന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടല്ലോ, അതാണ്. മീഡിയസ് ഓൾ മീഡിയസ് Producer. പ്രൊഡ്യൂസർ നടക്ക് നിൽക്കട്ടെ. ഇതാണ് ഇതിന്റെ തിരക്കഥാകൃത്ത്, Director, producer, writer. ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എനിക്ക് ചെറിയൊരു സംഭവം ഉണ്ട്. ഇതാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് സാഗർ ഹരി. എങ്ങനെയുണ്ട് പടം? ബാസിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വാണിജ്യനാളിന്റെ ഒരു പുതിയ ഫൈറ്റ് സീനൊക്കെ എങ്ങനെയുണ്ട്? വണിവിസ്ഥാൻ ഫൈറ്റ് സീൻ ഇല്ലല്ലോ. സാധ്യല്ലേ കണ്ടേ? അതെ, വാണിജ്യനാളും ഹോസ്പിറ്റലിലൊക്കെയുള്ള ഫൈറ്റ് ഒന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അതെ, എൻ്റെ മോളുടെ പെർഫോമൻസ് ആണോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതായത് അവൾ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടാണ് ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഡബ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. എല്ലാം മുഖത്തിലെ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരൽ മാത്രമായിരുന്നു അവളുടെ ഒരു ഇത്. അപ്പോൾ ഡബ്ബിങ് ഇല്ലാതെ ഒരു അഭിനയം വളരെ നന്നായിരുന്നു. ആ സ്ക്രീൻ പ്രസൻസ് ഫ്രോം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നല്ല ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ മോളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. പടവും തന്നെ ഒരുപാട് ഇഷ്ടമായി. ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സിനിമ അല്ലേ? അതെ, ഇമോഷണൽ ആൻഡ് ഒരുപാട് സസ്പെൻസും ഇൻ്റർവെൽ വരെ നമുക്ക് അയ്യോ എന്താ നടക്കുക, എന്താ സംഭവിക്കുക എന്നുള്ളൊരു നെഞ്ചടിപ്പുണ്ടായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം ആണ് അത് റിവീൽ ആവുന്ന എന്താണ് അതിൻ്റെ ട്വിസ്റ്റും കാര്യം എന്നൊക്കെ. നല്ല സസ്പെൻസും എല്ലാവരും ഫാമിലിയായിട്ട് കണ്ട് രസിച്ചിരിക്കാനുള്ളൊരു ഇതാണ്. സീരിയസ് ആണെങ്കിലും നല്ല സസ്പെൻസ് ത്രില്ലറാണ്. ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, രവീണ ചേച്ചിയുടെ നമ്മൾ വാമൻ എന്ന് പറഞ്ഞ സിനിമയെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. വാമൻ ഒരു മാമൻ സോറി മാമൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. ഫഹദിന്റെ ജോഡിയായിട്ട്. പക്ഷെ അതില് ഇത്രയും ഫുള്ളില്ല. ഇല്ല. ഇടയ്ക്ക് വന്നു പോകുന്നവരാണായിരുന്നു. അതെ. പക്ഷെ ഇതില് ഫുള്ള് ലീഡ് റോളാണ് ചെയ്യുന്നത്. മാത്രമല്ല ശബ്ദം കൊണ്ട് സംസാരിക്കുന്ന നിങ്ങള് ആക്ട് ചെയ്യുക ശബ്ദം ഇല്ലാതെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആളുമായിട്ട് ഷെയർ ചെയ്തപ്പോ എന്താ പറഞ്ഞത്? മോളായിട്ട് ഷെയർ ചെയ്തപ്പോഴോ? അല്ല, ശരിക്കില്ലേ, മോൾ ഈ പടത്തിൻ്റെ ഒരുപാട് സസ്പെൻസ് ഒന്നും എൻ്റെ അടുത്ത് ബ്രേക്ക് ചെയ്യില്ല. അവൾ ചെയ്യുന്ന ഒരു പടത്തിൻ്റെയും കാര്യങ്ങൾ അങ്ങനെ പറയില്ല. കാരണം അതങ്ങനെ പറയാൻ പാടില്ല. ഇല്ല, അമ്മ ഞാൻ അറിയാതെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അതുകൊണ്ട് സസ്പെൻസ് ഒന്നും അവൾ പറയില്ല. എനിക്ക് ഒരുപാട് ഐ ഫീൽ പ്രൗഡ് ഓഫ് ഹർ. ഐ ഫീൽ വെരി വെരി ഹാപ്പി, താങ്ക്ഫുൾ ടു ഡയറക്ടർ ജോ ആൻഡ് ദ പ്രൊഡ്യൂസർ. ഇത്രയും നല്ലൊരു റോളിന് എൻ്റെ മോളെ സെലക്ട് ചെയ്തതിന്. ഇപ്പോൾ പറഞ്ഞ പോലെ മാമനിൽ പിന്നെ ഫഹദിൻ്റെ ജോഡിയാണെങ്കിലും സീൻസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അവൾക്ക് തമിഴ്നാട്ടിൽ നല്ല ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അതല്ലേ, ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ എന്താ പറയുക, മലയാളത്തിൽ അവൾ ഒരുപാട് നേരം നമുക്ക് കണ്ട് അവളുടെ എക്സ്പ്രഷൻ ഒരുപാട് നേരം എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഇത് DOPയും ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ടു ദി ഡയറക്ടർ ആൻഡ് ദ ടീം. അതേപോലെ തന്നെ കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആക്ട് ചെയ്യുന്നതാണോ ഇഷ്ടം, ഡബ് ചെയ്യുന്നതാണോ, മോൾ ചെയ്യുന്നത് ഏതാണ് ഇഷ്ടം? എനിക്ക് ഇഷ്ടം രണ്ടും ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, ഡബ്ബിങ്ങിനേക്കാളും ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ജനങ്ങൾ നമ്മളെ അറിയപ്പെടുമ്പം നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ ഉള്ള അതൊരു സംതൃപ്തിയും ത്രില്ലും വേറെ തന്നെയാണ്. ഇപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 2000 പടങ്ങൾക്ക് കൂടുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ എത്ര പേർക്കറിയാം? പക്ഷേ ഇന്ന് ടൂറിസ്റ്റ് ഫാമിലിയിൽ നിന്ന് ഒരു പടം ഹിറ്റാണ്. അതിപ്പം അതിൽ കുറച്ച് പോർഷൻസേ ഉള്ളൂ. എന്നാലും പെട്ടെന്ന് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്ക്രീൻ പ്രസൻസ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സീൻ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ എൻ്റെ മോൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആ ഒരു ഭാഗ്യം ഡബ്ബിങ്ങിൽ നിന്ന് ഇതിലേക്ക് ആക്ടിങ്ങിലേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു.
സാറേടാ എങ്ങനെയുണ്ട് സിനിമ? ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. കണ്ടറിയ പ്രേക്ഷകരുടെ അഭിപ്രായം കാണുമ്പോൾ ഇതുവരെ കണ്ടിറങ്ങിയവരൊക്കെ നല്ലതെന്ന് പറഞ്ഞത്. ഇപ്പൊ തിയേറ്ററിൽ വന്നിട്ട് എല്ലാവരും പറയുമ്പോഴാണ് ഹാപ്പി ആകുന്നത്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓഡിയൻസിന്റെ ഒപ്പം സിനിമ കാണുന്ന വലിയൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും 23-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണണം. ഞങ്ങളുടെ പുതിയ ആൾക്കാരാണ് എല്ലാവരും. ഡയറക്ടറാണെങ്കിലും ശരി, പ്രൊഡ്യൂസറായ ഞാനാണെങ്കിലും ശരി, എല്ലാവരും തിയേറ്ററിൽ വന്ന് സഹകരിക്കുക. സർ, ഫസ്റ്റ് ഒരു സിനിമയാണ്, അപ്പം ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ പകുതി ഇവിടെ റിലീഫായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിനോട് സിനിമ? പിന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ആദ്യ സിനിമയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊരു സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു കിട്ടുന്ന ഒരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങായിട്ടുള്ള ഓരോ ഡയറക്ടേഴ്സ് സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെ കാഴ്ചയിലാണെങ്കിലും അങ്ങനെ കാണുമ്പോൾ ഒരു റൊമാൻറ്റിക് മൂവിയൊക്കെ ആയിരിക്കും ഫസ്റ്റ് വരിക എന്നുള്ളത്. പക്ഷേ ഇത് ഇച്ചിരി കുറച്ചുകൂടെ ഫൈറ്റൊക്കെ നിന്നിട്ടുള്ളൊരു സിനിമയാണ്. എങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് അല്ല, നമ്മള് എന്താ പറയാ, നമുക്ക് ഇപ്പം എന്താ പറയുക, കാരണം ഈ കാലത്ത് റൊമാൻറ്റിക് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇപ്പം ജീവിക്കുന്ന രീതികൾ, കാണുന്ന രീതി, ഒരു എന്താ പറയുക, പച്ചയായ മനുഷ്യർ, ഇപ്പം ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അത് അങ്ങനെ ഒരു തോട്ടായിരുന്നു. പ്രേമത്തിലോ കാര്യങ്ങളോ അല്ല. കാണുന്ന പ്രേക്ഷകർക്ക് ആ പടം ഇഷ്ടപ്പെടുക, 2 മണിക്കൂർ ഒരു ലാഗില്ലാതെ പടം കാണുക, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുക, അത് മാത്രമേ ചിന്തിച്ചോളൂ. ഇപ്പോഴും ഒരു ത്രില്ലർ മൂഡ് സ്വഭാവം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടെടുത്തിട്ട് കഥ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും 23-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു. ഇനിയും എഴുതണമെന്നോ? നമ്മളിപ്പം ഏറ്റവും റിസ്ക് പിടിച്ച ഒരു പാട്ട് കൂടെ മ്യൂസിക് ഡയറക്ഷൻ ആണ്. അപ്പം തിയേറ്ററിൽ കേൾക്കുമ്പോഴാണ് അത് കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റുക. എങ്ങനെയാണ്? അയ്യോ, നമുക്ക് നിങ്ങളല്ലേ പറയേണ്ടത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ഒരു പല സ്റ്റൈലുകൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓരോ സീനിൽ യൂസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അത് ആ ഫ്രീഡം അതെനിക്ക് കിട്ടിയതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കി. അറിയില്ല വർക്കായി ഇമോഷൻസ് ആണ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കുറച്ച് പാടുള്ളതെന്ന് തോന്നുന്നു. അപ്പം അത്തരം മ്യൂസിക്കുകൾ ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക് ഉണ്ടായിരുന്നു? അല്ല, ഇതിനകത്ത് ഇപ്പോൾ 2-3 സീനുകൾ എങ്ങനെയായാലും ആ ഒരു കണക്ട് ചെയ്യണമായിരുന്ന ആൾക്കാരായിട്ട്. സോ അത് നമ്മൾ പണിയെടുത്ത് ഒരുവിധം ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജ്ഡാണ് പടം. നല്ല രസമുണ്ട്. ബാസി ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഡയറക്ടർ പുതിയ ആളാണ്, ജിജോ എന്ന് വിളിക്കും, ജോ എന്നാണ് വിളിക്കുന്നത്. ഇനി നേരത്തെ പരിചയമുള്ള ഒരാളാണ്. പക്ഷെ അയാളുടെ ഒരു ഫസ്റ്റ് മൂവി ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. നന്നായിട്ട്, നല്ല രസമുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല എന്താ പറയുക, നമ്മളങ്ങനെ ഇരിക്കും, എന്താണെന്നുള്ളൊരു സാധനം. അങ്ങനെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും വർക്കൗട്ട് ആവുന്ന പടമാണ്. നല്ല ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. 100% ഇഷ്ടപ്പെടും. കുഴപ്പമില്ലാത്ത സിനിമയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ശ്രീനാഥ് ഭാസി. അപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ ഒരു പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അദ്ദേഹം, എനിക്ക് മനസ്സിലാകുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു രീതിക്കാണ് ഈ ആസാദി സിനിമയിൽ ഭാസി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഈ സിനിമയിൽ. അതുകൊണ്ടാണ് പിന്നെ മൊത്തത്തിൽ കൊള്ളാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള ക്ലൈമാക്സ്, അതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട്. അത് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ്. നല്ല ഒക്കെ സിദ്ദിഖിലെ ലാൽ ഗംഭീരമായിട്ട് പെർഫോമൻസ്, പിന്നെ വാണി വിഷാൻ്റെ ഒരു എല്ലാത്തിലും മൊത്തത്തിൽ നല്ല സിനിമ. ഇത് തന്നെയാണ് സിനിമ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.